നച്ചു, വിറയലോടെ അവൻ വിളിച്ചു. അവളിൽ നിന്നും നേരിയ ശ്വാസം മാത്രം. അവൻ്റെ കൈകൾ പിന്നിലമർന്നു. വീണ്ടും ശക്തമായൊരിടികൂടി. അവൾ അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. ഇപ്പോൾ അവർക്കിടയിൽ കാറ്റുപോലും കടക്കില്ല. അവളുടെ തലയിൽ മെല്ലെ മുത്തിക്കൊണ്ട്, ഞാനില്ലേടാ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അവൾ അവൻ്റെ നനഞ്ഞ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു. അവൻ്റെ ശരീരം എന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങി. നച്ചു, ഞാനൊന്ന്. അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. അവനവളെ പിന്നിലേക്ക് നീക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അവൾ തൻ്റെ നെഞ്ചിൽ മറച്ചു വച്ചിരിക്കുന്നവ കാണാൻ അവന് വല്ലാത്ത കൊതി തോന്നി. അതിൻ്റെ സ്പർശം അറിയും തോറും അവനിൽ വികാരങ്ങൾ ഉണർന്നു. അവൻ്റെ കൈകൾ പിന്നിലിഴഞ്ഞ് അരയിലെത്തി. അവിടം അമർത്തി തഴുകിക്കൊണ്ട് കൈകൾ മേലേക്ക് ചലിച്ചു തുടങ്ങി. അവളുടെ ശരീരം വിറച്ചു തുടങ്ങി. അഗ്നിയേട്ടാ! പെട്ടെന്നാണ് മീരയുടെ ശബ്ദം കാതിൽ പതിഞ്ഞത്. അഗ്നിയുടെ കൈകൾ താഴ്ന്നു. നച്ചുവിൻ്റെ ഹൃദയം ഒന്ന് നിശ്വസിച്ചു. നച്ചു, ഞാൻ പോയിട്ട് വരാട്ടോ. ഇന്നീ സന്ധ്യയിൽ എൻ്റെ പെണ്ണിനെ ഞാൻ കാണും. ഇനിയും അതിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അത്രമേൽ ആഗ്രഹിച്ചു പോയി. ഇപ്പോൾ മീര വന്നത് നന്നായി. എൻ്റെ പെണ്ണിനെ ഞാൻ കാണേണ്ടതും അറിയേണ്ടതും ഇവിടെ വച്ചല്ല. അവൻ്റെ ശബ്ദം കാതിൽ മെല്ലെ പതിയുമ്പോൾ അവൾ കോരിത്തരിച്ചു. നച്ചൂട്ടാ, എന്നിൽ മറച്ചു വെച്ചതുണ്ടല്ലോ. ഒരു മറയുമില്ലാതെ ഞാൻ കാണും. അതിൻ്റെ മാർദ്ദവം അറിഞ്ഞപ്പോൾ അതൊന്ന് ചുംബിക്കാൻ എനിക്ക് കൊതി തോന്നിപ്പോയി. അത് കേട്ടതും അവൾ വിറച്ചു. ഈ വിറയൽ ഞാൻ മാറ്റിത്തരുന്നുണ്ട് കേട്ടോ, കുസൃതി പോൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ പിടിവിട്ടു. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും തിരിഞ്ഞ് കൈകൊണ്ട് മറച്ചു പിടിച്ചു. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഇനിയും എത്ര സമയം നീ എന്നിൽ നിന്നും നിന്നെ മറയ്ക്കും നച്ചു? നീ എൻ്റെതല്ലേ കുഞ്ഞ? അവൻ പറഞ്ഞുകൊണ്ട് ചിരിയോടെ തിരിഞ്ഞു. അവൾ കാതു കൂർപ്പിച്ച് അവൻ്റെ സാമീപ്യം അകന്നതും അവൾ ദീർഘനിശ്വാസത്തോടെ ഷവറിനടിയിലേക്ക് നിന്നു. ഇപ്പോഴും അവളുടെ വിറയൽ മാറിയിട്ടില്ല. ഇപ്പോഴും അവൻ്റെ കൈകൾ അരയിൽ പിടിമുറുക്കിയിരിക്കുന്നത് പോലെ. ഇപ്പോഴും അവൻ്റെ ചുടുനിശ്വാസം കാതിൽ പതിക്കുന്നത് പോലെ. അവൻ്റെ നച്ചു എന്ന വിളി കാതിൽ മുഴങ്ങും പോലെ. അവൾ പുഞ്ചിരിയോടെ നന്നായി കുളിച്ച് ബോഡി ലോഷൻ പുരട്ടി ബാത്റൂബ് ചുറ്റി പതിയെ ചാരിയിട്ടുന്ന ബാത്റൂം ഡോർ മെല്ലെ തുറന്നു. കാമദേവൻ പോയോ ആവോ? എന്തായിരുന്നു മുംബൈ സിറ്റി വിറപ്പിക്കുന്ന ഡെവിളിൻ്റെ പ്രണയം? എൻ്റെ ഈശ്വര, ഞാനിനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇവിടെ ഇല്ലെന്നാ തോന്നുന്നേ. അവൾ തല ചിരിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. അവൻ റൂമിലില്ലെന്ന് ഉറപ്പുവരുത്തി ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി. പെട്ടെന്നൊരു വലിയ ശബ്ദത്തിൽ ഇടിവെട്ടിയതും അവൾ ഒറ്റ ചാട്ടത്തിന് ബെഡിൽ കയറി. അപ്പോഴാണ് അവിടെ ഒരു ലൈറ്റ് പിങ്ക് സാരിയും അതിൻ്റെ കൂടെ വേണ്ടതൊക്കെ ഇരിക്കുന്നത് അവൾ കണ്ടത്. അയ്യേ, ഈ ദേവേട്ടന് ഒരു നാണവുമില്ല. എൻ്റെ ഇന്നറൊക്കെ എടുത്ത് വച്ചേക്കുന്ന കണ്ടില്ലേ? അപ്പോഴാണ് ഒരു കുറിപ്പ് അവൾ കണ്ടത്. നച്ചൂട്ടാ, വേഗം സുന്ദരി കുട്ടിയായി തയ്യാറായിക്കോളൂ. ഈ അഗ്നിദേവിൻ്റെ ഭ്രാന്തമായ പ്രണയം ഏറ്റുവാങ്ങാൻ. അവളുടെ മുഖം രക്തം തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നു കയറി. ഇന്നീ നിമിഷം ഞാനും കൊതിച്ചു പോകുന്നു ദേവേട്ട, എൻ്റെ പ്രാണനിൽ അലിഞ്ഞു ചേരാൻ. അവൾ മെല്ലെ ചുണ്ടുകൾ വിടർത്തി. ഗ്ലാസ് വാളിലൂടെ വെള്ളത്തുള്ളികൾ ആഞ്ഞു പതിക്കുമ്പോൾ അവളുടെ മുഖം കൂടുതൽ ചുവന്നു. താഴെ എത്തിയ അഗ്നി മീരയെ കണ്ട ശേഷം വിക്രമിനെ വിളിച്ചു. അവൻ നാട്ടിൽ പോകാൻ മനസ്സിലാതെ എന്തോ കാര്യമായ ആലോചനയിൽ കുത്തിയിരിക്കുകയാണ്. അഗ്നിയുടെ വിളി കേട്ടതും അവന് ജീവൻ വീണു. പെട്ടെന്നതങ്ങ് മങ്ങുകയും ചെയ്തു. ഇനിയും പോയില്ലേ എന്ന് ചോദിക്കാനാവോ ബോസ് വിളിക്കുന്നത്? അവൻ ഓർത്തുകൊണ്ട് നിന്നപ്പോൾ വീണ്ടും അവൻ്റെ ശബ്ദം. നീ തീർന്നു വിക്രം, തീർന്നു.
സ്വയം പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. വിക്രം. യെസ് ബോസ്. വിക്രം, അമ്മയും മീരയും ഇപ്പോൾ റെഡിയാകും. നീ അവരുമായി പുറത്തൊക്കെ ചുറ്റി വാ. ഹേ, എവിടെ ബോസ്? ആ, മീര പറഞ്ഞു അവൾക്കേതോ മൂവി കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ഏതാന്നൊക്കെ അവൾ പറഞ്ഞോളും, നീ കൊണ്ടുപോയാൽ മാത്രം മതി. മൂവിക്ക് ശേഷം അവരെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണം. അവർക്ക് പ്രിയപ്പെട്ടത് ശേഷം വല്ലതും വാങ്ങണമെങ്കിൽ അവർ അതൊക്കെ ആയിക്കോ. ഒക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി, കേട്ടല്ലോ? വിക്രം തലയാട്ടി. ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് റൊമാൻസിക്കാനാ ബോസിൻ്റെ തീരുമാനം. അവൻ ഉള്ളിൽ ഓർത്തുകൊണ്ട് ചിരിച്ചു. അപ്പോഴാണ് കുറച്ചു പേര് റൂമും ടെറസും അലങ്കരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുന്നത്. ഞാനും നച്ചുവും റെഡിയാകുമ്പോഴേക്കും എല്ലാം സെറ്റായിരിക്കണം, അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അമ്പമ്പോ, ബോസ് ആൾ കൊള്ളാലോ. അപ്പോൾ ആരുടെയും ശല്യമില്ലാതെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള പരിപാടിയാ അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. കല്യാണം കഴിക്കാത്ത നമുക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ കുശുമ്പ് കുത്തിയിട്ട് എന്നതാ കാര്യം? വിക്രം ചിരിയോടെ ഓർത്തുകൊണ്ട് തിരിഞ്ഞു. അതെ അങ്കിൾ, ഏത് മൂവിയാ ന്യൂ റിലീസ്? മീരയുടെ ശബ്ദം. ഏത് മൂവി? അഗ്നിയേട്ടൻ പറഞ്ഞല്ലോ ഏതോ ന്യൂ മൂവി റിലീസായെന്നും. മൂവി സൂപ്പർ മൂവിയാ. അങ്കിൾ അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേഗം റെഡിയായി ഇറങ്ങാൻ. മീരയുടെ പറച്ചിൽ കേട്ട് വിക്രമിൻ്റെ കിളി പോയി. അമ്പട ബോസേ, ഇതൊക്കെ ഉണ്ടായിരുന്നു ഡേവിളിൻ്റെ ലിസ്റ്റിലല്ലേ? കൊച്ചു കള്ളൻ. അവൻ ചിരിച്ചുപോയി. ദേ അങ്കിളെ. ആ മീര മോളെ, മോളും അമ്മയും റെഡിയായി, വേഗം വാ. അങ്കിൾ അടിപൊളിയൊരു നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോവാം. ആണോ? ശരിക്കും? അതെ മോളെ, വേഗം വാ. ഇപ്പം വരാം അങ്കിൾ. അവൾ ചാടിത്തുള്ളിപ്പോയി. വിക്രം എന്തൊക്കെയോ ഓർത്ത് ചിരിയോടെ തൻ്റെ റൂമിലേക്ക് പോയി. ബാൽക്കണിയോട് ചേർന്നുള്ള റൂം അലങ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് തൻ്റെ ഇഷ്ടാനുസരണം നിർദ്ദേശം കൊടുക്കുകയാണ് അഗ്നി. വിക്രം കാറെടുത്ത് അമ്മയും മീരയുമായി പോകുന്നതും അവരുടെ പിന്നാലെ മറ്റു സെക്യൂരിറ്റികൾ അടുത്ത കാറിലായി പോകുന്നത് കണ്ടപ്പോൾ അഗ്നിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. വിക്രമല്ലെങ്കിലും കാര്യവിവരമുള്ളോനാ, അവൻ ചിരിയോടെ ഓർത്തു. അലങ്കാരപ്പണികൾ പൂർത്തിയാക്കി സ്റ്റാഫുകൾ പോയതും മെയിൻ ഡോർ അടച്ചുകൊണ്ട് അഗ്നി ചെറു ചിരിയോടെ സ്റ്റെപ്പുകൾ ഓടിക്കയറി. അവൻ റൂമിൽ ചെല്ലുമ്പോൾ സാരി കയ്യിൽ പിടിച്ച സ്വപ്നലോകത്തിലകപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ നായിക. അവൻ പമ്മിച്ചെന്ന് ഡോറടച്ചു. അകത്തേക്ക് കയറിയതൊന്നും കുട്ടി അറിഞ്ഞിട്ടില്ല. അവനവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. സ്കർട്ടും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ അല്പം പിന്നിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് അവളുടെ അരയിൽ പിടിച്ച് പൊക്കിയെടുത്ത് വട്ടം കറക്കി. അവൾ ഞെട്ടിപ്പോയി. നച്ചൂട്ടാ, ഇതെന്തു ലുക്കാ കുഞ്ഞാ? മൊത്തത്തിലങ്ങ് കടിച്ചെടുക്കാൻ തോന്നുന്നു കുഞ്ഞാ, അവൻ അവളുടെ പിന്നിലെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തി അവളെ ആകെ കോരിത്തരിപ്പിച്ചു. ഒന്ന് കറക്കിയ ശേഷം അവൻ അവളെ തനിക്ക് മുന്നിൽ നിർത്തി മൊത്തത്തിലൊന്ന് നോക്കി. പിന്നെ കൈ നീട്ടി. അവൾ പുരികം ചൊളിച്ചു. സാരിത, അവൻ പറഞ്ഞതും അവളുടെ കിളി പറന്നു. ദേവേട്ടാ, അതിന് ദേവേട്ടൻ ഇതൊക്കെ അറിയോ? നോക്കട്ടെ കുഞ്ഞാ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ? എനിക്ക് തെറ്റിയാ എൻ്റെ കുഞ്ഞൻ പറഞ്ഞു തന്നാൽ മതി. കള്ളച്ചിരിയോടെ മുന്നിൽ നിൽക്കുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി. അവൾ അവന് നേരെ നീട്ടിയ സാരി അവൻ തലങ്ങും വിലങ്ങും പിടിച്ചു നോക്കി. അവൻ്റെ മിഴിച്ചുള്ള നോട്ടവും ആ നിൽപ്പുമൊക്കെ കണ്ടതും അവൾക്ക് ചിരി വന്നു. എന്താ ദേവേട്ടാ ഇങ്ങനെ നോക്കുന്നേ? അല്ല കുഞ്ഞാ, ഇതിപ്പോൾ എവിടുന്നാ തുടങ്ങുന്നേ? അവൻ്റെ ആ നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യം കേട്ടതും അവൾക്ക് അവനോട് വാത്സല്യമോ ഹൃദയം നിറഞ്ഞ പ്രണയമോ ഒക്കെ തോന്നിപ്പോയി. ദേവേട്ടാ, അവൾ മെല്ലെ വിളിച്ചു. എന്താ കുഞ്ഞാ? സാരിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ വിളി കേട്ടു. ദേവേട്ടാ. എന്താ കുഞ്ഞാ? ദേ ഇങ്ങോട്ട് നോക്കിയേ. അവൾ പറഞ്ഞതും അവൻ തല ഉയർത്തി. എന്താടാ? അതിങ്ങ് തന്നെ. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങി. എൻ്റെ ദേവേട്ടൻ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്ക് ഞാൻ റെഡിയാകാട്ടോ. കുഞ്ഞാ, എന്നാലും എനിക്കൊരാഗ്രഹം. അതിനൊക്കെ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ദേവേട്ടാ. ഇതിപ്പോൾ ദൈവം തന്ന ചാൻസ് നഷ്ടപ്പെടുത്തിയ പിന്നെ. അവൾ നിർത്തിയതും അവൻ പുറത്തേക്ക് നോക്കി. മഴയുടെ ശക്തി കുറച്ചു എന്ന് അവന് തോന്നി.
അയ്യോ! അവൻ പെട്ടെന്ന് ബാത്റൂമിൽ ഓടിക്കയറി. അത് കണ്ടതോടെ അവൾ പൊട്ടിച്ചിരിച്ചു. അവൻ ഷവർ ഓൺ ചെയ്ത നേരിയ ശബ്ദം കേട്ടതും അവൾ സാരിയുമായി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കുളിച്ചിറങ്ങിയ അഗ്നി റൂമിലെത്തുമ്പോൾ നച്ചു അവിടെ ഉണ്ടായിരുന്നില്ല. കള്ളിപ്പെണ്ണെ, എൻ്റെ പ്രണയത്തിൽ നിന്നും ഓടി ഒളിച്ചോ നീ? കള്ളച്ചിരിയോടെ അവൾക്ക് മാച്ചായുള്ള ഡ്രസ്സ് അവനും എടുത്തു. ഡ്രസ്സൊക്കെ ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കൈകൊണ്ട് മുടി മാടി ഒതുക്കി. അവളെ പൂർണ്ണമായും സ്വന്തമാക്കുക, അവളെ പ്രണയിക്കുക എന്നതിനപ്പുറം അവൻ്റെ നെഞ്ചിൽ ഒരു ദൃഢ തീരുമാനമുണ്ടായിരുന്നു. അവൾ എവിടെ ഉണ്ടാകുമെന്ന് ബോധ്യമുള്ളവൻ ചുവടുകൾ വച്ചു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മഴത്തുള്ളിയെ എത്തിപ്പിടിക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവനിൽ പ്രണയം നിറഞ്ഞു. കാറ്റിൽ തെന്നിമാറുന്ന സാരി, അവളുടെ വെളുത്ത വയർ, അവൻ്റെ കൈകൾ പിന്നിലൂടെ അവളെ ചുറ്റി വരിഞ്ഞു. ഒപ്പം അവളുടെ കഴുത്തിന് സൈഡിൽ അവൻ്റെ മുഖം അമർന്നു. അവളുടെ ഉടൽ വിറകൊണ്ടു. അവൻ്റെ കൈയുടെ ചൂട് അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ കട്ടിയുള്ള മീശ കഴുത്തിൽ കുത്തി സുഖമുള്ള അനുഭൂതി അവളിൽ നിറച്ചു. ഒപ്പം അവൻ്റെ കൈകൾ മേലേക്ക് ചലിച്ചു. ഒന്ന് സ്പർശിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. അവൻ്റെ മുഖം അവളുടെ നെഞ്ചിൽ. ദേവേട്ടാ! അവൻ അവളെ ഇറുക പുണർന്നു. അപ്പത്തോന്നിയ കുസൃതിയിൽ അവൾ മഴവെള്ളം കൈക്കുമ്പിളിൽ പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് തെറിപ്പിച്ചു. കുഞ്ഞാ! അതിലും അവന് പരാതിയില്ല. അവൻ അവളുടെ ചുണ്ടിനെ സ്വന്തമാക്കാൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ ചിരിയോടെ അവനെ തള്ളിമാറ്റി മഴയിലേക്ക് ഓടിയിറങ്ങി. അവളുടെ കണ്ണുകൾ വിടർന്നു. ഓപ്പൺ ടെറസിൽ റോസ് പെറ്റൽസ് നിറഞ്ഞിരിക്കുന്നു. അതിലേക്ക് മഴത്തുള്ളികൾ പതിക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗി. മെഴുകുതിരി വെളിച്ചം പോലുള്ള ലൈറ്റുകൾ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് നടുവിലായി റോസ് പെറ്റൽസ് കൊണ്ട് തന്നെ കിടക്ക പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് മിഴിഞ്ഞു. അവൾ തിരിഞ്ഞതും കണ്ടു മഴയിലേക്ക് ഇറങ്ങി വരുന്ന അഗ്നി. അവൻ്റെ നോട്ടം അവളിലാണ്. നനഞ്ഞുകൊണ്ട് കണ്ണിൽ അത്ഭുതം നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ പെണ്ണിൽ. ദേവേട്ടാ! മഴത്തുള്ളിയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ പേര് ചൊല്ലി വിളിച്ചു. ആ നിമിഷം അടുത്തേക്കെത്തി അവളെ കൈകളിൽ കോരിയെടുത്ത് മെല്ലെ വട്ടം ചുറ്റി അവളിൽ പതിച്ചു തെറിക്കുന്ന മഴത്തുള്ളിയെ അവൻ അസൂയയോടെ നോക്കി. അവളുടെ നനഞ്ഞ മുഖം അവനിൽ കൂടുതൽ വികാരമുണർത്തി. അവൻ അവളെ ഒന്നുയർത്തി. അവൾ പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി. അവൻ അവളുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവളിൽ നിന്നും ഒരു കുറുകൽ ഉയർന്നു. അവൻ അവളുമായി റോസ് പെറ്റൽസ് ബെഡിലേക്ക് നടന്നു. അപ്പോഴും ചുണ്ടിനെ സ്വതന്ത്രമാക്കിയില്ല. അവളെ മെല്ലെ ചായച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ നിന്നും മേൽ ചുണ്ടിലേക്ക് അവിടുന്ന് നേരെ നെറ്റിയിൽ പോയി അമർത്തി ചുംബിച്ചു. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവിടെ അവൾ കണ്ടു കത്തി ജ്വലിക്കുന്ന വികാരം, അവനിലെ ഭ്രാന്തമായ പ്രണയം. കൈകൾ വിടർത്തി അവൻ മുകളിലായി ഉയർന്നു നിന്നു. നച്ചൂട്ടാ! ഇരുവരും ഒന്നായി നനഞ്ഞു. ഡ്രസ്സൊക്കെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്നു. അവൻ അവളുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു. തൻ്റെ മൂക്കിഴച്ചു. അവളുടെ മൂക്കിൻ തുമ്പിൽ ഉമ്മ വച്ചു. രണ്ട് കണ്ണിലും പിന്നെ ചുണ്ടിലും, അവിടുന്ന് കവിളുകളിൽ, താടിയിൽ. അങ്ങനെ മുത്തിക്കൊണ്ടവൻ താഴേക്ക് ചലിച്ചു. അവളിൽ ഭാരം കൊടുക്കാതെ അവൻ കഴുത്തിൽ, തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ആ വിറയലിനെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം ഷോൾഡറിലേക്ക് നീങ്ങി. സാരിയുടെ പിന്നഴിച്ചു മാറ്റിക്കൊണ്ട് ഷോൾഡറിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ നെഞ്ചിലറിയുന്ന അവളുടെ നെഞ്ചിടിപ്പിൻ്റെ താളം. അവളുടെ നെഞ്ചിടിപ്പിൻ്റെ താളം വർദ്ധിക്കുന്നു. അവനത് കൂടുതൽ ആവേശം നൽകി. അവൻ പോലും അറിയാതെ ഷോൾഡറിൽ പല്ലുകളാഴ്ന്നു. ഒപ്പം അവിടെ നുണഞ്ഞെടുത്തു. ആ നിമിഷം അവളുടെ കൈ അവനിൽ മുറുകി. മുഖം കൊണ്ട് നീക്കിയ മുന്താണി അവൻ്റെ മുഖം ഉയർന്നു നിന്ന പഞ്ഞിക്കെട്ടിൽ അമർന്നു. അവളുടെ കൈ അവൻ്റെ തലയിൽ നൂണ്ടു കയറി മുടിയെ അമർത്തിപ്പിടിച്ചു. ശരീരത്തിൽ പതിക്കുന്ന മഴത്തുള്ളികൾ, ഒപ്പം അവൻ്റെ മീശ കുത്തിക്കയറുന്ന സുഖമുള്ള നോവ്. അവൻ്റെ പല്ലുകൾ ഹുക്കുകൾ അകറ്റി. പഞ്ഞിക്കെട്ടിലേക്കുള്ള പാത അവൻ്റെ കണ്ണുകൾ ചുവന്ന് കയറി. നച്ചൂട്ടാ! അന്നും ഇത്രേ കണ്ടുള്ളൂ. ഇന്നെനിക്ക് അവൻ പറയുമ്പോൾ അറിയാതെ അവളിൽ നിന്നും ഒരു മൂളൽ പുറത്തേക്ക് വന്നു. അതവൻ്റെ കണ്ണുകൾക്ക് തിളക്കമേകി. കാണാത്തതൊക്കെ കാണാനും അറിഞ്ഞിട്ടില്ലാത്ത രുചികൾ അറിയാനും അവൻ അലഞ്ഞു തുടങ്ങി.
പല്ലുകളാൽ വേർപെട്ടു മാറുമ്പോൾ അവനു മുന്നിൽ ദൃശ്യമായവ കണ്ട് അവൻ്റെ ശരീരം തളർന്നു പോലെ. അവൻ മെല്ലെ മുഖം കുനിച്ചു, മാറിൽ മുഖം പൂഴ്ത്തി, കൂമ്പിച്ച് നിന്നവയെ നാവുകൊണ്ട് സ്വന്തമാക്കി. അവളുടെ നേർത്ത മൂളലുകൾക്ക് ശക്തി കൂടി വന്നു. ദേവേട്ടാ, കുഞ്ഞാ. അവളുടെ ശബ്ദം മഴയിൽ അലിഞ്ഞു തീർന്നു. അവൻ്റെ പ്രണയവും അവൻ്റെ ചുംബനവും അവളെ മറ്റേതോ ലോകത്തിൽ കൊണ്ടെത്തിച്ചു. അവളിലെ തേൻകണം മാറി മാറി നുണയുമ്പോൾ അവനിലെ ആവേശം കൂടിക്കൂടി വന്നു. അവൻ്റെ മീശ കുത്തിയിറങ്ങുന്ന വേദനയും നാവ് നൽകുന്ന സുഖവും പെയ്തിറങ്ങുന്ന മഴയും അവളിലെ പെണ്ണിനെ പൂർണ്ണമായും ഉണർത്തി. അവൻ്റെ നാവ് അവളിൽ മായാജാലം തീർക്കുമ്പോൾ അവളുടെ കൈകൾ അവനിൽ ഒഴുകി. അവളുടെ കൂർത്ത നഖങ്ങൾ അവനിൽ പോറലുകൾ തീർത്തു. മെല്ലെ തല ഉയർത്തി മഴയിൽ പൊങ്ങിയ വെള്ളത്തിൽ റോസ് പെറ്റൽസിനൊപ്പം കിടക്കുന്ന അവളെ നോക്കി അവൻ കണ്ണെടുക്കാതെ നിന്നു. മെല്ലെ തൻ്റെ ഷർട്ട് ബട്ടൺ വിടർത്തി എല്ലാം മഴയിൽ അർപ്പിച്ചുകൊണ്ട് അവൻ അമർന്നു. മെല്ലെ മെല്ലെ ഓരോ അണുവും ചുംബിച്ചുകൊണ്ട് തൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നു. സ്വർണ്ണ നാഗം പോൽ പിണഞ്ഞു കിടക്കുന്ന ചെയിൻ, ഒപ്പം ബെല്ലി റിംഗ്. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. കുത്തിയപ്പോൾ വഴക്ക് പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് തനിക്ക് തരുന്നൊരു ഫീൽ. അവൻ്റെ ചുണ്ടുകൾ അവളിൽ അലയാൻ തുടങ്ങി. വീണ് ചിതറിത്തെറിക്കുന്ന വെള്ളത്തുള്ളികളെ നാവുകൊണ്ട് നുണഞ്ഞെടുത്തു. അവളുടെ പുറമേനി ഉയർന്നു. നാടയിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ നാവുകൾ തീർത്ത മാജിക്കിൽ തന്നിൽ നിന്നും മറയെല്ലാം നീങ്ങുന്നത് അവൾ അറിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ അവൻ്റെ പ്രണയം മാത്രം. ആ മഴയിലും അവൻ്റെ ചുംബന ചൂട് മാത്രം. അവൻ്റെ കൈകൾ കാലിൽ നിന്നും മേലേക്ക് നീങ്ങി. കാൽവിരൽ ചുംബിച്ചുകൊണ്ടും നുണഞ്ഞുകൊണ്ടും യാത്ര തുടങ്ങി. അവൻ്റെ നനുത്ത ചുംബനമേറ്റതും വിറയലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ മുഖം എവിടെയാണെന്നും താൻ എങ്ങനെയാണെന്നും കണ്ടതും അവളിൽ നാണമുടലെടുത്തു. അവളുടെ കണ്ണുകൾ അവനെ നോക്കി. അവിടേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി കണ്ണുകളിൽ ജിജ്ഞാസ നിറച്ചുകൊണ്ട് നോക്കുന്ന അവനെ കണ്ടതും അവൾ കണ്ണുകൾ പൊത്തി. കുഞ്ഞാ. വിരലുകൾ കൊണ്ട് തലോടി അവൻ്റെ വിറച്ച ശബ്ദം. പൊടുന്നനെ അവിടേക്ക് മുഖം പൂഴ്ത്തി നാവുകൊണ്ടലഞ്ഞതും എത്ര നിയന്ത്രിച്ചിട്ടും അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നുപോയി. അതുമാത്രം മതിയായിരുന്നു അവന്. ആവേശത്തോടെ അവൻ ചുണ്ടുകളും നാവും കൊണ്ട് മായാജാലം തീർത്തു തുടങ്ങി. ദേവേട്ടാ. അവളുടെ വിറയാർന്ന ശബ്ദം അവൻ മുഖമുയർത്തി നോക്കി. മതി ദേവേട്ടാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അറിയാതെ വിറച്ചുകൊണ്ടവൾ പറഞ്ഞുപോയി. അവൻ്റെ മുഖം പ്രണയത്താൽ വിടർന്നു. മഴയിൽ നിറയും പുഴ പോലെ അവനിൽ പ്രണയം നിറഞ്ഞു. അവളുടെ ആ കിടപ്പ് മതിയാവോളം ആസ്വദിച്ചുകൊണ്ട്, ആ ചിത്രം ഹൃദയത്തിൽ മായാതെ പതിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. കുഞ്ഞാ, ഞാനിതിൽ സന്തോഷവാനാണ്. അവളെ ഇറുകെ പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ സംശയം നിഴലിച്ചു. ദേവേട്ടാ, അപ്പോഴിനി ദേവേട്ടന്? അവൾ ഉള്ളിൽ തോന്നിയ ഭയത്തോടെ അവനെ നോക്കി. അവൻ ചിരിച്ചു. എൻ്റെ കുഞ്ഞൻ്റെ സന്തോഷം, അതാണ് എനിക്ക് വലുത്. കുഞ്ഞിനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയവൾ. ദേവേട്ടാ, ഞാൻ എനിക്ക് അവൻ അവളുടെ ചുണ്ടിൽ കൈവച്ചു. ഞാനിതിൽ പൂർണ്ണ തൃപ്തനാണ് കുഞ്ഞാ. എൻ്റെ കുഞ്ഞൻ്റെ പ്രണയം, എൻ്റെ കുഞ്ഞിനെ തന്നെ എനിക്ക് സമർപ്പിച്ചില്ലേ? എനിക്കത് മതി, അതുമാത്രം. അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. കുഞ്ഞാ. അവൻ പകപ്പോടെ അവളെ നോക്കി. അവളുടെ കണ്ണുനീർ ധാരധാരയായി മഴവെള്ളത്തോടൊപ്പം ഒലിച്ചിറങ്ങി. അവൻ്റെ മുഖം വല്ലാതായി. എടാ, എന്താ? ഞാനെന്തേലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വേദനിപ്പിച്ചോ? അവൻ്റെ സ്വരമിടറി. അവൾ അവനെ തന്നിലേക്ക് വലിച്ചിട്ട് ഇറുകെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എല്ലാ അർത്ഥത്തിലും ഈ ഡെവിളിൻ്റെ പാതിയാകണം. എനിക്ക് ഈ സൈക്കോയുടെ കുഞ്ഞിനെ പ്രസവിക്കണം. നമ്മുടെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തണം. ദേവേട്ടാ, എന്നോടുള്ള അമിത സ്നേഹം കൊണ്ട് എന്നെ ഒരു അമ്മയാകുന്നതിൽ നിന്നും വിലക്കരുത്. ഒരു സ്ത്രീ പൂർണ്ണയാകുന്നത് അവൾ അമ്മയാകുമ്പോഴാണ് ദേവേട്ടാ. നമ്മുടെ കുഞ്ഞ്, ദേവേട്ടൻ്റെ രക്തം, അവൾക്കായുള്ള കാത്തിരിപ്പ്, ആ സുന്ദര നിമിഷങ്ങൾ, അതെനിക്ക് നിഷേധിക്കരുത്. എനിക്കിത് സഹിക്കാൻ കഴിയില്ല ദേവേട്ടാ. അവൾ കരച്ചിലോടെ പറയുന്നത് കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. മോളെ നച്ചു, ആ ഒരു നിമിഷത്തിൽ നീ അനുഭവിക്കേണ്ടി വരുന്ന വേദന എത്ര വലുതാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞൻ അത്ര വേദനിക്കേണ്ടെന്ന്.
ഞാൻ നിന്നിൽ മാത്രം അലിയാൻ ആഗ്രഹിച്ചനാണ് കുഞ്ഞാ. നീ എനിക്ക് തന്ന സ്നേഹം, ഈ നിമിഷം, ഇതൊക്കെ മതി കുഞ്ഞാ എനിക്ക്. അവൻ്റെ സ്വരമിടറി. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു കുഞ്ഞിനെ വേണം ദേവേട്ടാ. എൻ്റെ ദേവേട്ടൻ്റെ രക്തം, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ തലമുറ. എനിക്കെൻ്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ ദേവേട്ടാ? കുഞ്ഞാ, അത് എനിക്ക്. അവന് വാക്കുകൾ മുട്ടിപ്പോയി. അവളുടെ കണ്ണീർ അവനെ തളർത്തി. അത്രയും സുന്ദര നിമിഷം തൻ്റെ പ്രവൃത്തി കൊണ്ട് വേദനകളുടെ നിമിഷമായി മാറുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവനെ ആലോചിക്കാൻ അനുവദിച്ചില്ല. അവനെ ഇറുകെ പുണർന്നുകൊണ്ട് അവൻ്റെ കാതിൽ പറഞ്ഞു, എനിക്കെല്ലാ അർത്ഥത്തിലും എൻ്റെ ദേവേട്ടനെ മാത്രം ആകണം. ഒപ്പം അവൾ അവൻ്റെ കാതിലൊന്ന് നുണഞ്ഞു. അവനിലെ വികാരങ്ങൾ ഉണർത്താൻ മാത്രം അവൾ തന്നെ മുൻകൈയെടുത്തു. അവനിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് കണ്ടതും അവൾക്കുള്ളിൽ ഭയം തോന്നി. ഇനിയും ഇങ്ങനായ ഒരിക്കലും ദേവേട്ടനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നച്ചു, നീ തന്നെ നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കേണ്ട വരും. അവളുടെ മനസ്സ് പറഞ്ഞതും അവൾ പിന്നൊന്നും നോക്കിയില്ല. അവനുമായി ഒന്നും അറിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവനെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. ദേവേട്ടാ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ? അവൻ വിലങ്ങനെ തലയനക്കി. അത്രയ്ക്കായോ? അവൾ അവൻ്റെ മുകളിൽ കയറിയിരുന്നു. ദേ, മുംബൈ വിറപ്പിക്കുന്ന ഡെവിളാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഞാനൊരു പെണ്ണാ, എനിക്കുമുണ്ട് ആഗ്രഹങ്ങൾ. വേദനിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും ഇയാൾക്കെന്താ ഒരു കൂസലില്ലാത്തത്? അവൻ അവളെ അമ്പരന്ന് നോക്കി. പെണ്ണിൻ്റെ ഇരിപ്പും ഭാവവും ഒട്ടും നാണവും ഒരു കുന്തവും ഇല്ല. അവൻ മിഴിച്ചിരിക്കുന്നത് കണ്ട് അവൾ തന്നെ ഒന്ന് നോക്കി. നച്ചു, ഇതിത്തിരി കൂടിപ്പോയോ? സാരമില്ല, ഡെവിളിനെ വഴിക്ക് കൊണ്ടുവരാൻ ഇതേ ഉള്ളു മാർഗം. ഇപ്പം വിട്ടുകൊടുത്താൽ ഈ ജന്മം നിനക്കൊരമ്മയാകാൻ കഴിയില്ല. നിന്നോടുള്ള ഭ്രാന്തമായ പ്രണയം അവനെ അതിന് സമ്മതിക്കില്ല. നച്ച് പിന്നെ ഒട്ടും ആലോചിക്കാതെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. അവൻ്റെ കർണഞരമ്പിനെ കടിച്ചു നുണഞ്ഞു. അവളുടെ ആ കടിയിൽ ലേശം ദേഷ്യം കൂടി കലർന്നു. സന്തോഷത്തിൻ്റെ കൊടുമുടി കയറ്റിയിട്ട് അവിടെ നിന്നും താഴേക്ക് തള്ളിയിട്ടതിൻ്റെ പ്രതികാരം തീർത്തതാണോ എന്ന് ഒരു സംശയമില്ലാതില്ല. പിന്നീട് അവളുടെ ഓരോ ചുംബനവും അവനിലെ വികാരത്തെ ഉണർത്താൻ പാകത്തിലുള്ളവയായിരുന്നു. അവൻ എന്തൊക്കെ ചെയ്തോ അതുപോലെ അങ്ങനെ തന്നെ ചെയ്യുകയാണ് പെണ്ണ്. അല്ലാതെ അവൾക്ക് വേറെ എന്തറിയാം? പാവം. അവൻ്റെ കാലുകളിലെത്തിയതും അവൻ വിറച്ചു. നച്ചു, വേണ്ട കുഞ്ഞാ. ഒന്ന് പോടാപ്പാ, ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞേ. എന്നിട്ട് ഇയാൾ നിർത്തിയോ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൊച്ച് കൈവച്ചു. എൻ്റെ അമ്മോ! അവളും ഞെട്ടി, അവനും വിറച്ചുപോയി. ഒരു നിമിഷം അവളിലെ മുഖം ദയനീയമായി. അവനോ എന്തോ ഒരു ഭാവത്തിൽ കണ്ണുകൾ അടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. നച്ചു, ഇതിപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ? അവൾ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ദേവേട്ടാ, കണ്ണുകൾ അടച്ച് തന്നെ അവളങ്ങ് വിളിച്ചു. അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. കുഞ്ഞാ, എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നേ? വികാരം അടക്കി പിടിച്ച് അവൻ ചോദിച്ചു. എനിക്ക് അമ്മയാണ് ദേവേട്ടാ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. കുഞ്ഞാ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചവൻ കിടന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവളാണ് അവൻ്റെ എല്ലാം. അവളുടെ ആഗ്രഹം അത് കണ്ടില്ലെന്നടിക്കാൻ അവനാകില്ല. അവൻ മെല്ലെ ഉയർന്നു അവളുടെ മുഖത്തേക്ക് നോക്കി. സമ്മതമാണല്ലോ അല്ലേ? അവളുടെ മുഖം വിടർന്നു. കണ്ണുകളിൽ പുതുതിരയിളക്കം. 100 വട്ടം സമ്മതം. അവൻ വീണ്ടും അവളെ പ്രണയിച്ചു തുടങ്ങി. മഴ പെയ്ത് തോർന്നതും അവനും അവളിൽ മെല്ലെ പെയ്തു തോർന്നു. നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ അവൾ മറച്ചു പിടിച്ചു. അവളുടെ വേദന അതവൻ സഹിക്കില്ല. അങ്ങനെ ആ നിമിഷം അവർ ഒന്നായി തീർന്നു. അവളെ നെഞ്ചോടടക്കി. നിന്റെ മുന്നിൽ മാത്രമാണ് കുഞ്ഞാ ഞാൻ തോറ്റുപോകുന്നത്. എൻ്റെ മുന്നിലല്ല ദേവേട്ടാ, നമ്മുടെ പ്രണയത്തിന് മുന്നിൽ. അവൾ അവൻ്റെ ചുണ്ടിൽ മുത്തി മറുപടി പറഞ്ഞു. വേദനയുണ്ടോ കുഞ്ഞാ? ഇല്ല, അവൾ കള്ളം പറഞ്ഞു. ആ വേദന സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു. നമുക്കകത്തു പോകാൻ ദേവേട്ടാ. അവൻ എഴുന്നേറ്റു. ആ പെണ്ണിനെ അങ്ങനെ കാണുന്തോറും അവനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവൻ അറിയാം അവൾ തളർന്നു പോയെന്ന്. എന്നെ എടുക്ക് ദേവേട്ടാ. അവൾ കൈകൾ വിടർത്തി. അവന് മുന്നിൽ നിന്നും ഓടി ഒളിക്കണമെന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എവിടേക്കോ തോന്നുന്ന വേദന അതിന് സമ്മതിക്കുന്നില്ല. ഒരു കുഞ്ഞിനെ എന്ന പോലെ എടുത്ത് അവളുമായി അവൻ റൂമിലെത്തി. അവളെ തുടച്ചു കൊടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. ഉറങ്ങിക്കോ. വാ. അവൾ കൈവിടർത്തി.
അവനൊരു പുഞ്ചിരിയോടെ അവളുടെ സൈഡിൽ കിടന്നു. ഇരുവരുടെയും ഹൃദയം തമ്മിൽ പ്രണയം കൈമാറി. അവൾ അവൻ്റെ നെഞ്ചിൽ തലവച്ചു. അവൻ്റെ ഹൃദയതാളം കേട്ട് മെല്ലെ കണ്ണുകൾ അടച്ചു. മഹാദേവ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ, അവളുടെ മനസ്സ് പ്രാർത്ഥിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു സന്ധ്യാസമയം നനുത്ത മണ്ണിൽ പകുതി നനഞ്ഞ് പരസ്പരം കൈകൾ കൊരുത്തു പിടിച്ച് അസ്തമയ സൂര്യനെ നോക്കി അഗ്നിയുടെ തോളിൽ തലചായ്ച്ചിരിക്കുന്ന നച്ചു. അവളുടെ തലയിൽ ചുംബിച്ചുകൊണ്ട് അവളെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന അഗ്നി. മാ പ കൊഞ്ചൽ കേട്ട് ഇരുവരും തിരിഞ്ഞു. നനുത്ത മണ്ണിൽ തെറിച്ച കാലടികളോടെ മീരയുടെ കൈപിടിച്ച് വരുന്ന 2.5 വയസ്സുകാരൻ ആര്യദേവ് റായ്ചന്ദ്, അഗ്നിയുടെ പ്രണയത്തിൻ്റെ അംശം. ആരൂട്ടാ, അഗ്നിയും നച്ചുവും എണീറ്റു. അഗ്നി കുഞ്ഞിനെ വാരിയെടുത്തു. പപ്പാടെ മുത്ത്, എണീറ്റോടാ കുട്ടാ. കുറച്ചു നേരമായി മോൻ എണീറ്റിട്ട്. അമ്മ കുറുക്കൊക്കെ കൊടുത്തു. വയറ് നിറഞ്ഞിട്ടും അവന് വാശി. അവൻ്റെ പപ്പയെ കാണാതെ അവന് പറ്റില്ലല്ലോ, മീര ചിരിയോടെ പറഞ്ഞു. ആണോടാ കുട്ടാ? അഗ്നി അവൻ്റെ തുടുത്ത കവിളിൽ ചുണ്ടുകൾ അമർത്തി. കുഞ്ഞു വാ തുറന്ന് ചിരിച്ചു. അമ്മയുടെ പൊന്നെ വാടാ. അവൾ കൈനീട്ടി. കുഞ്ഞ് അവളെ ഒന്ന് നോക്കി. എന്നിട്ട് അഗ്നിയുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കിടന്നു. എൻ്റെ ചേച്ചിക്കറിയാലോ ഈ കുട്ടൂസന് അഗ്നിയേട്ടനെ മാത്രം മതിയെന്ന്. പിന്നെന്തിനാ വെറുതെ നാണം കിടുന്നേ? അവനെ അഗ്നിയേട്ടൻ്റെ സ്വത്താ. മീര ചിരിച്ചു. നച്ചു അതിൽ അതീവ സന്തോഷവതിയാണ്. മോളെ, അമ്മയുടെ വിളി കേട്ടതും മീര തിരികെ ഓടി. ഇപ്പോൾ വില്ലയിൽ അമ്മയും മീരയും നച്ചുവും കുഞ്ഞും അഗ്നിയും മാത്രമേ ഉള്ളൂ. അഗ്നി ഇപ്പോൾ ഒരുപാട് മാറി. നച്ചുവിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. ഡാ കുറുമ്പാ, നിനക്ക് പപ്പേ മതിയല്ലേ? മമ്മം ചോദിച്ചു വാട്ടോ, അപ്പം ഞാനും നിന്റെ പപ്പയുടെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ചു വയ്ക്കും. കുറുമ്പോട് പറയുന്ന അവളെ നോക്കി അവൻ കള്ളച്ചിരി ചിരിച്ചു. അവൾ അവനെ നോക്കി പുരികം വളച്ചു. അവൻ കൊതിയോടെ അവളെ ഒന്ന് നോക്കി. അയ്യടാ, ഇങ്ങനൊരു കൊതിയൻ. അവൾ അവൻ്റെ കവളിൽ കിള്ളി. അവൻ അരയിൽ പിടിച്ചവളെ തന്നിലേക്ക് ചേർത്തു. അവളുടെ കഴുത്തിൽ മുഖം അമർത്തി. നച്ചൂട്ടാ, ലവ് യു കുഞ്ഞാ. അവൻ്റെ പ്രണയം നിറഞ്ഞ ശബ്ദം. അവൾ ചിരിയോടെ അവനിൽ ചേർന്ന് നിന്നു. കുഞ്ഞവനിൽ നിന്നും ഊർന്നിറങ്ങി. ആരൂട്ടാ, കൊഞ്ചി വിളിച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെ എടുക്കാനാഞ്ഞു. അവൻ തെറിച്ചോടുന്നതും വീഴുന്നതും നോക്കി അഗ്നി ചിരിയോടെ നിന്നു. അപ്പോഴാണ് 2 ബുള്ളറ്റ് വന്ന് നിന്നത്. അളിയാ, നോക്കളിയാ, ഇതൊക്കെയാണ് പെണ്ണ്, കറന്നെടുക്കാൻ പാകം. ഒരുത്തൻ പറയുന്നത് അഗ്നി ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണ് നച്ചുവിലാണെന്ന് കണ്ടതും അവൻ്റെ കൈകൾ ചുരുണ്ടു. മുഖം വലിഞ്ഞു മുറുകി. അവൻ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്ത് കാതിൽ ചേർത്ത് പിടിച്ചു. ബോസ്, വിക്രം, ബ്ലാക്ക് ബുള്ളറ്റ് 2 എണ്ണം, 1254 34 12, 4 പേര്, അത്രമാത്രം. യെസ് ബോസ്. അഗ്നി ഫോൺ കട്ടാക്കി നച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. ദേവേട്ടാ. അവൻ കുഞ്ഞിനെ കയ്യിലെടുത്തു. ഒപ്പം അവളെ ചുറ്റിപ്പിടിച്ച് നടന്നു. വില്ലയിലെത്തിയപ്പോൾ കുഞ്ഞിനെ നച്ചുവിനെ ഏൽപ്പിച്ചു. ദേവേട്ടൻ വരുന്നില്ലേ? എനിക്കൊരു കോൾ ചെയ്യണം കുഞ്ഞാ. അവൾ തലയാട്ടി കുഞ്ഞുമായി അകത്തേക്ക് നടന്നു. വിക്രം, സീക്രട്ട് റൂം എനിക്ക് വേണം, ഞാൻ വരും. അവസാനിച്ചു. നച്ചുവിനോടുള്ള അവൻ്റെ ഭ്രാന്തമായ പ്രണയം ഒരിക്കലും അവസാനിക്കില്ല. അവർ പ്രണയിക്കട്ടെ, മതിവരുവോളം, ജീവിതകാലം മുഴുവൻ. പിന്നെ ഈ സ്റ്റോറി നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും, പ്ലീസ് എല്ലാവരും അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. എന്നെ നിരാശപ്പെടുത്തരുത്. നാളെ മുതൽ സിന്ദൂരച്ചെപ്പിടാട്ടോ.